ഇന്നത്തെ റോ എപ്പിസോഡ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സെത്ത് റോളൻസ് വന്നതിന് ശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ്, റോമൻ റെയിൻസ്, റോക്ക് ഇവരുടെ സെഗ്മെന്റ് നടന്ന കാര്യത്തെപ്പറ്റി മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ തന്നെ ഫാൻസ് മുഴുവനായിട്ട് റോക്കിനെ ബൂ ചെയ്തു. പിന്നീട് സെത്ത് റോളൻസ് ഇതിനെപ്പറ്റി കോഡി റോഡ്സുമായി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിനെ റിങ്ങിലേക്ക് വിളിക്കും. കോഡി റോഡ്സ് വന്നതിന് ശേഷം ഫാൻസ് വേറെ ലെവൽ സപ്പോർട്ടായിരുന്നു. V1 കോഡി എന്ന പോസ്റ്ററെല്ലാം ഒരുവിധം എല്ലാ ഫാൻസിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഇനി സെഗ്മെന്റിലേക്ക് വന്നാൽ സെത്ത് റോളൻസ് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ തന്ന ആ ഒരു ഓഫർ ഇപ്പോഴും മാറിയിട്ടില്ല എന്നും എൻ്റെ കൂടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നിനക്ക് ചെയ്യാമെന്നും, കാരണം നീ ഒരു ബെസ്റ്റ് റെസ്ലറാണ്, അതുകൊണ്ട് നിന്നെ തോൽപ്പിച്ച് എനിക്ക് റെസൽമേനിയയിൽ സ്റ്റിൽ ചാമ്പ്യൻ ആകണമെന്നും അതുകൊണ്ട് സെത്തിൻ്റെ കൂടെ മാച്ച് ചെയ്യാനായിട്ട് കോഡി റോഡ്സിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് കോഡി റോഡ്സിനോട് തീരുമാനം പറയാനായിട്ട് സെത്ത് ആവശ്യപ്പെട്ടു. അതേസമയം ഡ്രൂ മെക്കൻഡയറിൻ്റെ തീം സോങ് പ്ലേ ആയി. ഡ്രൂ മെക്കൻഡയർ ആണ് അവിടെ വന്നതിന് ശേഷം സെത്തിനോടും കോഡിയോടും പറയുന്നത്, നിങ്ങൾക്ക് CM പങ്കിന് ഇഷ്ടമല്ലല്ലോ, അവൻ്റെ സ്റ്റോറി 2024 തന്നെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ തന്നെ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ ഒരു ടീഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൂ മെക്കൻഡയറിന്റെ പുതിയ ടീഷർട്ട് കാണിച്ചു. അതിൽ ഡ്രൂ മെക്കൻഡയർ സോഷ്യൽ മീഡിയയിൽ കളിയാക്കിയ ഒരു പോസ്റ്റാണ് ഉള്ളത്. അതായത് CM പങ്കിന്റെ ഡ്രീം 2024 സ്റ്റാർട്ട് ചെയ്തു, 24 തന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ഡ്രൂ പറയുന്നത്, എന്തിനാണ് സെത്ത് റോളൻസ് കോഡി റോഡ്സിനെ അനാവശ്യമായി ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? കോഡി റോഡ്സിന്റെ സ്റ്റോറി അവസാനിക്കണമെങ്കിൽ റോമന്റെ കൂടെ തന്നെ മാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ കോഡിയുടെ സ്റ്റോറി അവസാനിക്കുള്ളൂ. അതേസമയം ഞാൻ നിന്റെ കൂടെ മാച്ച് ചെയ്ത് റെസൽമേനിയയിൽ ചാമ്പ്യൻ ആകും എന്ന ലെവലിൽ പറയും. അപ്പോൾ തന്നെ സെത്ത് പറയുന്നത്, നീ ഓൾറെഡി എൻ്റെ കൂടെ 2 മാച്ചിൽ തോറ്റു, എന്നിട്ടും നിനക്ക് മാച്ചോ എന്ന രീതിയിൽ ചോദിക്കും. അപ്പോൾ തന്നെ ഡ്രൂ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഇവൻ്റെ കൂടെ 3 പ്രാവശ്യം തോറ്റിട്ടില്ലേ എന്നാണ്, എന്നിട്ടാണോ നീ ഇവന് മാച്ച് കൊടുക്കുക? ഈ ഒരു ലെവലിലല്ല. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിലും കോഡി റോഡ്സ് സെത്തിന്റെ കൂടെ മാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഡ്രൂ മെക്കൻഡയർ സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്തു. ശേഷം സെത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സ് ഡ്രൂ മെക്കൻഡയറെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച്, ഈ മാച്ച് ഫാറ്റൽ 4-way മാച്ച് ആയിട്ടാണ് നടന്നത്. സ്മാക്ക് ഡൗണിലത്തെ പോലെ തന്നെ DIY, ന്യൂ ഡേ, ഇംപീരിയം ആൻഡ് ക്രീഡ് ബ്രദേഴ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് അടിപൊളി മാച്ച് ആയിരുന്നു. 4 ടീമും അടിപൊളിയായിട്ട് ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു മാച്ചാണ് ഇത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ ഇംപീരിയം ടീമിനെ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് DIY ടീമാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്മാക്ക് ഡൗണിൽ നടക്കുന്ന ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. ചെയ്യുന്നവര് എലിമിനേഷൻ ചേംബറിലേക്ക് പോകും. പിന്നീട് ബെക്കി ലഞ്ച്, ഷൈന ബേസ്ലർ ഇവർക്ക് തമ്മിലുള്ള എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് നടന്നു. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവര് എലിമിനേഷൻ ചേംബറിലേക്ക് ആഡ് ആകും. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. 2 പേരും നന്നായി തന്നെ ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ഷൈന ബേസ്ലർ സബ്മിഷൻ ലോക്കെല്ലാം ചെയ്തു എങ്കിലും ബെക്കി ലഞ്ച് അവസാനം ബെക്കി ലഞ്ചിന്റെ മാൻ ഹാൻഡിൽ സ്ലാം ഫിനിഷർ ഷൈന ബേസ്ലറെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെക്കി ലഞ്ചാണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആഡം പിയേഴ്സ് ഡ്രൂ മെക്കൻഡയറിനോട് ഇഞ്ചുറി സംഭവിച്ച സെത്ത് റോളൻസിനെയും CM പങ്കിനെയും ഡ്രൂ അറ്റാക്ക് ചെയ്തതിൽ ഫൈൻ കൊടുത്ത് പണിഷ്മെന്റ് കൊടുക്കുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. പിന്നീട് വുമൺസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലിയുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഷൈന ബേസ്ലറെ റിയ റിപ്ലി ചാലഞ്ച് ചെയ്യുന്നതായിട്ടും അതേസമയം ഷൈന ബേസ്ലറിന് പകരം ആഡം പിയേഴ്സ് അവിടെ വന്നുകൊണ്ട് ഇവരുടെ മാച്ച് എലിമിനേഷൻ ചേംബറിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്തു. നയ ജാക്സ് വേഴ്സസ് റിയ റിപ്ലി ചാമ്പ്യൻഷിപ്പ് മാച്ച്. അതിനുശേഷം നയ ജാക്സ് അവിടെ വന്ന് റിയ റിപ്ലിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ആഡം പിയേഴ്സ് സെക്യൂരിറ്റി ടീമിനെയെല്ലാം വിളിക്കും. അവരെയും നയ ജാക്സ് അറ്റാക്ക് ചെയ്ത് റിയ റിപ്ലിയെ ഫിനിഷർ ചെയ്ത് റിംഗ് ഔട്ട് പോയി. അപ്പോൾ ഇവരുടെ മാച്ച് എലിമിനേഷൻ ചേംബറിൽ സെറ്റായിട്ടുണ്ട്. പിന്നീട് ആൽഫ അക്കാഡമി, വൈക്കിംഗ് റൈഡേഴ്സ് ഇവർക്കൊരു മിക്സഡ് ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഐവാര അക്കിരോ ടെസാവയെ റോപ്പിന്റെ മുകളിൽ നിന്നും വേൾഡ് സ്ട്രോങ് സ്ലാം ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ വൈക്കിംഗ് റൈഡേഴ്സ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഫിൻ ബാലർ, ഡാമിൻ പ്രീസ്റ്റ് എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എലിമിനേഷൻ ചേംബറിൽ ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആരുടെ കൂടെയാണ് നടക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി ഇവർക്ക് യാതൊരു പേടിയില്ല, ആ ഒരു ലെവലിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ JD മെക്ഡാനിക്ക് മിസ്സിന്റെ കൂടെയുള്ള മാച്ചിനെ പറ്റിയും കഴിഞ്ഞ ആഴ്ച ഇവർ അറ്റാക്ക് ചെയ്ത R-Truth അതെല്ലാം മറന്നുകൊണ്ട് ഒന്നും സംഭവിക്കാത്തത് പോലെ വീണ്ടും ജഡ്ജ്മെന്റ് ഡേയിൽ വരുന്നതായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് മിസ് വേഴ്സസ് JD മെക്ഡാനിക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാച്ചും ഒരു ഫണ്ണി മാച്ച് പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് R-Truth വന്നുകൊണ്ട്
ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ പുതിയ ജേഴ്സി ഫാൻസിന് കൊടുക്കുന്നതായിട്ടും അതിനുശേഷം ഫാൻസിന്റെ ഉള്ളിൽ കൂടെ റിങ്ങിന്റെ അവിടേക്ക് വന്ന് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ആ ഒരു ടീഷർട്ട് എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് R-Truth മിസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയും അവസാനം JD മക്ലാനിക്കിന് കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് R-Truth റിംഗ് സൈഡിൽ നിൽക്കും. ഈ ഒരു അവസരം ഉപയോഗിച്ച് മിസ്സിന്റെ സ്കൾ ക്രഷിൻ ഫിനാലെ JDയെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ മിസ്സാണ് വിൻ ചെയ്തത്. പിന്നീട് ഇവര് സെലിബ്രേറ്റ് ചെയ്ത് പോകും. നെക്സ്റ്റ് വീക്ക് R-Truthനും JD മക്ലാനിക്കിനും മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ NXT റെസ്ലറായ ബ്രോൺ ബ്രേക്കർ റോ ബ്രാൻഡിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വരുന്നത് പോലെയും ആഡം പിയേഴ്സ് ഓഫറുകളെ പറ്റിയെല്ലാം പറയുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. പിന്നീട് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ഗന്ധറിന്റെ സെഗ്മെന്റ് നടന്നു. അതായത് IC ചാമ്പ്യൻഷിപ്പ് ഗന്ധർ 600 ദിവസമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സെലിബ്രേഷൻ സെഗ്മെന്റ് ആണ് നടന്നത്. ഈ സെഗ്മെന്റിൽ ഗന്ധർ വന്ന് പറയുന്നത് ഈ ഒരു 600 ദിവസം ചാമ്പ്യൻ ആയിരുന്ന സമയത്ത് ഏകദേശം 100 പ്രാവശ്യത്തോളം താൻ ചാമ്പ്യൻഷിപ്പ് മാച്ചുകൾ ചെയ്തിട്ടുണ്ട് എന്നും എന്നെ തോൽപ്പിക്കാനായിട്ട് ഇനി ഇവിടെ ആരുമില്ല, ഒരുവിധം എല്ലാവരെയും ഞാൻ തോൽപ്പിച്ചു, ഇനി ആരാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ഈ ഒരു സെലിബ്രേഷൻ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ ജയ് ഉത്സവം അവിടെ വരുന്നതായിട്ടും ജയ് ഉത്സവം വന്നതിന് ശേഷം ഗന്ധറിനോട് പറഞ്ഞത് ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ്. അതായത് റോമൻ റെയിൻസിനേക്കാൾ കുറവാണ് നീ ചാമ്പ്യൻഷിപ്പ് കയ്യിൽ വെച്ചിട്ടുള്ളത്, എന്നാൽ റോമൻ റെയിൻസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ചാമ്പ്യൻഷിപ്പ് മാച്ചുകൾ നീ ചെയ്തിട്ടുണ്ട് എന്ന്, അതുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ജയ് ഉത്സവ് പറഞ്ഞത്. 2024 ഞാൻ ഒരു സിംഗിൾ ചാമ്പ്യൻഷിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം എന്നാണ്. ഈ ഒരു ചാലഞ്ചും ഗന്ധർ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. അതായത് എന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്ത് നിറയെ പേര് തോറ്റുപോയിട്ടുണ്ട്, എന്നാലും ഈ മാച്ചിന് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം, നീയും ആ മാച്ചിൽ തോറ്റുപോകും, അല്ലെങ്കിൽ നിന്നെയും കാണാതെയാകും. ഈ ഒരു ലെവലിലൊക്കെയാണ് ഈ ഒരു മാച്ച് ജെയ്സോടെ ചാലഞ്ച് ഗന്ധർ അക്സെപ്റ്റ് ചെയ്തത്. പിന്നീട് ജെയ്സോ ഗന്ധറിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഇംപീരിയം ടീം ജെയ്സോനെയും അറ്റാക്ക് ചെയ്തു. ജെയ്സോനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഡേ ആണ് വന്നതിന് ശേഷം ഇവർ സേവ് ചെയ്തു. ഇംപീരിയം ടീം റിംഗ് വിട്ട് പോയി. നെക്സ്റ്റ് വീക്ക് 6 മാൻ ടാഗ് ടീം മാച്ചും കൺഫേം ചെയ്തു. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റീമാച്ച് നടന്നു. ചാമ്പ്യൻസായ ആസ്ക ആൻഡ് കൈരി സെയിൻ വേഴ്സസ് മുൻ ചാമ്പ്യൻസ് ആയിരുന്ന കത്താന ചാൻസ് ആൻഡ് കേറ്റൻ കാർട്ടർ. ഇവർക്കാണ് ഈ റീമാച്ച് നടന്നത്. അപ്പോൾ ഈ റീമാച്ചും അടിപൊളി മാച്ച് തന്നെയാണ്. രണ്ടു ടീമും നന്നായി തന്നെ ഈ മാച്ച് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ആസ്കയെ ഇവർ ഫിനിഷർ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി. ആ സമയം കൈരി സെയിൻ അത് തടയുന്നതായിട്ടും പിന്നീട് ആസ്ക ആൻഡ് കൈരി സെയിൻ ഇവരുടെ ഡബിൾ ഫിനിഷർ പോലെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ആസ്ക ടീം തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻസ് ആയത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് കോഡി റോഡ്സ് നാക്കമോറ ഒരു സിംഗിൾസ് മാച്ചാണ്. ഇപ്രാവശ്യം സാധാരണ ഒരു മാച്ച് ആയിട്ടല്ല നടന്നത്, ബുൾ റോപ്പ് മാച്ച് ആയിട്ടാണ് ഈ മാച്ച് നടത്തിയത്. ഈ മാച്ച് വരാനുള്ള കാരണം ലൈവ് ഇവന്റിൽ കോഡി റോഡ്സ് ബാക്ക് സ്റ്റേജിൽ പോകുന്ന സമയത്ത് നാക്കമോറ കോഡി റോഡ്സിന്റെ മുഖത്ത് റെഡ് പേസ്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഈ മാച്ച് വന്നത്. ഈ മാച്ചും എപ്പോഴത്തെയും പോലെ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിലും നാക്കമോറ കോഡി റോഡ്സിനെതിരെ മിസ്റ്റ് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോഡി റോഡ്സ് പിടിഗിരി ഫിനിഷർ ചെയ്തപ്പോൾ നാക്കമോറ കിക്ക് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ക്രോസ് റോഡ് ചെയ്തപ്പോഴും ഈ മാച്ച് അവസാനിച്ചു എന്നാണ് കരുതിയത്. അപ്പോഴും നാക്കമോറ അത് ഷോക്കിംഗ് ആയി കിക്ക് ഔട്ട് ചെയ്തു. ശേഷം കിൻസാഷ ഫിനിഷർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കോഡി റോഡ്സ് ആ ഒരു റോപ്പെല്ലാം വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും അതേ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോ ബ്ലോ പോലെയെല്ലാം നാക്കമോറയ്ക്ക് കൊടുത്ത് പിന്നീട് വീണ്ടും ഒരു ക്രോസ് റോഡ്സ് ചെയ്ത് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാക്കൻടയർ പിറകിൽ നിന്നും വന്ന് കോഡിയെ അറ്റാക്ക് ചെയ്ത് ശേഷം ക്ലൈമോർ ചെയ്തുകൊണ്ട് റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ക്ലൈമോർ റോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് റോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക.